ഹായ്, ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് സ്ഥല പരിമിതിയുള്ളവർക്ക് ചേമ്പിലോ ഡ്രമ്മിലോ എങ്ങനെ വേണം ചേമ്പ് കൃഷി ഉണ്ടാക്കുക. ആ ചേമ്പ് കൃഷി ഉണ്ടാക്കുന്നതിന് ഉള്ളൊരു രീതിയാണ് കാണുന്നത്. ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് 4 കിലോ 5 കിലോൻ്റെ അടുത്തൊക്കെ വിളവ് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ശേഷം വീഡിയോയിലേക്ക്. ഇതിൽ ഞങ്ങൾ വെറും ചവല മാത്രം ഇട്ടാ, വെറും ചവല മാത്രമേ ഇതിൽ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. ചവല എന്ന് പറഞ്ഞാൽ കരിയിലിട്ടുണ്ടാക്കിയ ഇതാണ്. അതാണ് ഇപ്പം ഇങ്ങനെ പൊന്തിക്കാനായത്. കേട്ടോ, നമ്മളിങ്ങനെ തട്ടകളൊക്കെ പൊട്ടിച്ചിട്ട്, ഇത് മണ്ണിര കമ്പോസ്റ്റാണ്. മണ്ണിര കമ്പോസ്റ്റാണ് ചെയ്യേണ്ടത് കേട്ടോ. ചാക്കിൽ നിൽക്കുന്നതായിട്ട് മടക്കിയ കൊക്ക. ഇനി അടുത്ത കണ്ടോ, ഇത് ചവലയാണ്. ഇതിൽ മണ്ണിൽ തന്നെ സാധനം ഞങ്ങൾ ഇട്ടിട്ടില്ല. അതേമാതിരി തന്നെ ഇലകളൊക്കെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചാക്കി ഈ ചവല മാത്രം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളകി കിടക്കുന്നത്. ചവല ഇതൊക്കെ ആക്കിയതിന് ശേഷം അതിലും ഇതേമാതിരി മണ്ണിര കമ്പോസ്റ്റ് ഇടുക. അതും ഇതേമാതിരി മണ്ണിര കമ്പോസ്റ്റ് ഇടുക. ഇത് നമുക്ക് ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, നമുക്ക് വെയിൽ എവിടെയാ വെച്ചാൽ അവിടെ കൊണ്ടുവച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ വെയിൽ ഉള്ള ഭാഗത്ത് നമുക്ക് ഈ സാധനം കൊണ്ടുവച്ച് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. ഇനി അടുത്തേക്ക് കൊണ്ടെടുക്കാം. നമുക്കൊരു കയ്യിനോണ്ട് എടുത്ത് ഉണ്ടാക്കാനുള്ള സാധനമുള്ളൂ കേട്ടോ. അതാണ് ഈ ചവലട്ട വെച്ചാൽ ഉണ്ടാക്കിയല്ല ഗുണം. ഇട്ടിട്ടില്ല, വെറും ചവല മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതാ മണ്ണിര കമ്പോസ്റ്റ് ഇടുക. മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം മണ്ണ് നല്ലോണം ഇട്ട് കൊടുക്കുക. ഈ മണ്ണിര കമ്പോസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് കോഴിവളം ഇടാം, പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. പിണ്ണാക്കിൽ ഇട്ടാൽ മുതലാവില്ല. ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. പിണ്ണാക്കൊക്കെ നമുക്ക് പീടികയിലൊരു 30-40 ഉറുപ്പിക കൊടുത്താൽ ഒരു അരക്കിലോ പിണ്ണാക്ക് കിട്ടൂല. ഇനിയാണ് ഇതിന് നമുക്ക് ചേമ്പിൻ്റേതായ രീതി ചേമ്പ് തന്നെയാകുക. ഇപ്പം ചാക്ക് നല്ല ടൈറ്റാവും ഇവിടെ മണ്ണിട്ടതിനോണ്ട്. ഇതുവരെ നല്ല ഓതത്ത് കിടന്ന സാധനമാണിത്. ഇതേമാതിരി നല്ല ഓതത്ത് കിടന്നതാണ്. ഇതിന് ശേഷം ഇതാ രണ്ടാമത്തിനിടാം. ഇതേമാതിരി മണ്ണ് കൊത്തിയിടുക.
കർക്കിടത്തിൽ നമ്മൾ തട്ട പൊട്ടിച്ച് മണ്ണിടണം. അത് കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. ഇതിൻ്റെ ഫുൾ വളർച്ച ഞങ്ങൾ ഫുള്ള് വീഡിയോ ചെയ്യും. പറക്കണത് വരെ ഞങ്ങൾ വീഡിയോ ഇട്ട് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആകുള്ളൂ. കർക്കിടത്തിൽ നിർബന്ധമായിട്ടും തട്ട പൊട്ടിച്ച് മണ്ണിടണം. തട്ട പൊട്ടിച്ച് മണ്ണിട്ടാലാണ് ചേമ്പ് നല്ല ഉഷാറായിട്ട് വരിക. ധൈര്യസമയം ചെയ്തോളി, ഞാൻ ഗ്യാരണ്ടിയാണ്. ഇഷ്ടം പോലെ വിളവെടുക്കുക. ചെറിയ സ്ഥലത്ത് 3 സെൻറ്റ് 4 സെൻറ്റ് സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ ബെസ്റ്റാണ്. കാരണം ഞങ്ങൾക്ക് സ്ഥലം വേറെ ഇല്ലാണ്ടല്ല, ഞങ്ങൾ ഒരുപാട് മരട് 10-250 മരട് ഞങ്ങൾ വേറെ ഉണ്ടാക്കി. ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടും ചാക്കിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. ഇനിയാണിത് ഇതിൻ്റെ വളർച്ച ശരിക്കും നമുക്ക് കാണാം. ഞങ്ങൾ 4 ചാക്കാണ് ചെയ്തത്. ഉണ്ടല്ലേ. ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.